ഒരു മിനിറ്റ് പിടിച്ചോട്ടെ പിടിച്ചോ. ഹായ് നമസ്കാരം. കണ്ണാടി വെച്ചിട്ട് നീ എടുത്ത് വെക്കിയല്ലോ. പൂജ വളരെ ഭംഗിയായി നടന്നു എന്ന് എൻ്റെ വിശ്വാസം. ഇനി നിങ്ങൾ പറയും ബാക്കി. ഞങ്ങൾ വന്നൊരു നല്ലൊരു പൂജയായിരുന്നു. കാരണം ഒരുപാട് പേര് വന്നു. ഇതിൽ വന്നിരിക്കുന്ന എല്ലാവരും അതല്ല ഇവിടെ പറഞ്ഞത്, അഭിനയമുള്ള ഒരുപാട് പേര് ഇവിടെ വന്നിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയെ സ്നേഹിക്കുന്ന ഒരുപാട് വ്യക്തികൾ വന്നിരുന്നു. പിന്നെ ഞാൻ ഒരു കാര്യം കേട്ടപ്പോൾ എനിക്കൊരു അഭിമാനം തോന്നി. കറുത്ത സൂര്യൻ മണിച്ചേട്ടനെ വെച്ചൊരു സിനിമ സാറ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമാണ്. കാരണം അത് വലിയൊരു ഭാഗ്യമാണത്. മണിച്ചേട്ടൻ സിനിമ ചെയ്യാൻ സാധിച്ചു. എന്താണ് സാറേ മണിച്ചേട്ടൻ വെച്ചല്ലേ? അയ്യോ സോറി, ഞാൻ മണിച്ചേട്ടൻ നാട്ടോ കേട്ടത്. അബിക്ക നമ്മുടെ അബിക്ക ഞാൻ കേട്ടിട്ടുണ്ട്. കറുത്ത സൂര്യൻ എന്ന് പറയുമ്പോൾ ആ സമയത്ത് പക്ഷെ എന്നറിയോ ഇങ്ങനെ ഞാൻ കേട്ടത് കറുത്ത സൂര്യൻ മണിച്ചേട്ടനാ ഞാൻ കേട്ടത്. അപ്പൊ മരണശേ കാരണം മറ്റേ അദ്ദേഹത്തിന്റെ അവസാന ചിത്രം അവസാന പടമായിരുന്നു. പിന്നെ നമ്മുടെ ഹാപ്പി വെഡിങ് സിനിമയിലുണ്ടാവും. ഞാൻ കയറട്ടെ. എൻ്റെ നാട്ടുകാരാണ്, മൂവാറ്റുകാരാണ് അബിക്ക. പിന്നീടാണ് ഇങ്ങോട്ട് എറണാകുളത്തേക്ക് മാറിയത്. സൈനികത്തിന്റെ ഷൂട്ടിംഗ് നടക്കാൻ പോവാണ്. അപ്പോൾ എന്നോട് അഭിസാർ പറഞ്ഞു ഞാൻ അഭിസാറിനെ നല്ല വിഷയമായിരുന്നു, വളരെ നല്ല വിഷയം. ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നോട് യാതൊരു പലരും പറഞ്ഞു അദ്ദേഹത്തിന് നിങ്ങളുടെ നമ്മൾ കാണുന്ന പോലെ അല്ലല്ലോ ആൾക്കാരുടെ പെരുമാറ്റം. യൂട്യൂബിലുണ്ടോ കറുത്ത സൂര്യൻ? ചില അപാകതകൾ വന്നത് എന്തുകൊണ്ടാണ്? ചില ആർട്ടിസ്റ്റുകൾ സാറെ പറ്റി പറഞ്ഞപ്പോഴേ സാറ് ഈ ടെലിവിഷനൊക്കെ ചെയ്യുവാറുണ്ട്. അങ്ങനെ ചെയ്യുന്നോണ്ടായിരിക്കും അദ്ദേഹത്തിനൊക്കെ എന്താണെന്നൊക്കെ പറഞ്ഞു. അന്ന് അഭി പറഞ്ഞു എന്തെന്ന് എൻ്റെ മകനുണ്ട് അഭിനയിക്കാൻ തോന്നിയാണ്. അരിയുടെ പടത്തിൽ നടന്നതൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ സെൻസറിങ് ആ പടത്തിൻ്റെ സെൻസറിങ്ങിന് പോയതും. സെൻസറിങ്ങിന് പോയി കൊച്ചുപ്രേമ വിളിച്ച് പറഞ്ഞു നമ്മൾ ആദ്യം പോയിട്ട് ട്രീറ്റ്മെൻറ്റ്സിലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കെല്ലാം വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹത്തിന് നമ്മൾ റീസിൽ കാണാൻ വലിയ ആഗ്രഹമുണ്ടായി. പുള്ളി ആ ഡബിങ്ങൊക്കെ ഒരുപാട് വർഷത്തെ ഒരു ഇതാണ്, ഒരുപാട് വർഷത്തെ ഒരു ഷോലിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പോസ്റ്റർ കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടിയാവുന്നുണ്ട്. സാറിന് മകൻ വരുന്നുണ്ടെന്ന് കേട്ടു. സാറിന് മകനാണല്ലേ ഇതിൽ നായകനായിട്ട് ചെയ്യുന്നത്? ഈ പടത്തിലുണ്ടോ ചെയ്യുന്നുണ്ട്? ഓൾ ദി ബെസ്റ്റ്. സിനിമയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അപ്പോൾ ഇനിയും മുന്നോട്ട് പോയ തിയേറ്ററിലേക്ക് എത്തട്ടെ, ആൾക്കാർ 100 കോടി ക്ലബിലെ പണം എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും. നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങൾ വേണം. തുടർച്ചയായിട്ടുള്ള പബ്ലിസിറ്റി വേണം. എന്തുണ്ടെങ്കിലും ഒരു പബ്ലിസിറ്റി ആണെങ്കിലും എവിടെ പോയാലും ഇതിനെക്കുറിച്ചുള്ള ഒരു സംസാര വിഷയം പറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ വിജയം ഒരു പാഷനോടെ കാണുന്ന വ്യക്തിയാണ്. ഈ പടത്തിൻ്റെ വിജയത്തിൻ്റെ ഭാഗമാണുള്ളത്. ഓക്കെ, താങ്ക് യു.